എടാ താടി വെച്ച അന്ത അട്ടാസിന്റെ പ്രൊഡ്യൂസറെ, എടാ മാധവ് സുരേഷ്, സുരേഷ് ഗോപിന്റെ മോനെ നിന്നോടും പറയാണ്. മാധവ് സുരേഷ് എന്ന് പറയുന്ന സുരേഷ് ഗോപിന്റെ മോനെ നിന്നോടും പറയാണ്, നീ ഇന്ന് ഇന്റർവ്യൂ ന്യൂസ് എൻഡിൽ പറഞ്ഞില്ല ഞാൻ 1 ലക്ഷം പോയി വാങ്ങിയെന്ന്. എവിടെയാണ് തെളിവ്? വടി കൊടുത്ത് അടി വാങ്ങിക്കുക എന്ന് പറഞ്ഞാൽ, അത് ചെറിയ വട കൊടുത്ത് വലിയ വട മേടിക്കുക എന്ന് സിമ്പിളായിട്ട് നമ്മൾ പറയും. അതായത് ശരിക്കും പറഞ്ഞാൽ ഈ ഒരു കോൺട്രവേഴ്സി ഉണ്ടാകാനുള്ള കാരണം മാധവ് സുരേഷാണ്. മാധവ് സുരേഷ് നമ്മുടെ സുരേഷ് ഗോപിയുടെ മോൻ. സുരേഷ് ഗോപിയുടെ മോൻ ഒരു ലേറ്റസ്റ്റ് ആയിട്ട് ഒരു ഇൻ്റർവ്യൂ കൊടുത്തിട്ടുണ്ടായിരുന്നു. ഒരു ന്യൂസ് 18 എന്ന് പറഞ്ഞൊരു ചാനലിൽ ഒരു ഇൻ്റർവ്യൂ കൊടുത്തിട്ടുണ്ടായിരുന്നു. ആ ഇൻ്റർവ്യൂവിൽ പുള്ളിക്കാരൻ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ, അതായത് തനിക്കെതിരെ ഒരു വലിയൊരു ഗ്യാങ്, അതായത് ഗുണ്ടാക്രമണം, അതായത് ഈ പുള്ളിക്കാരൻ്റെ തൊഴിൽ ചെയ്യാൻ സമ്മതിക്കുന്നില്ല. അതായത് പുള്ളിക്കാരന് ഭയങ്കരമായിട്ട് നെഗറ്റീവ് റിവ്യൂസ്, തൻ്റെ ഒരു സിനിമ ഇറങ്ങുന്ന സമയത്ത് ഭയങ്കര നെഗറ്റീവ് റിവ്യൂസ് കാരണം തന്നെ അങ്ങ് ഇല്ലാണ്ടാക്കുക എന്നാണ് മാധവ് സുരേഷ് ആ ഇൻ്റർവ്യൂവിൽ ബേസിക്കലി പറയുന്നത്. അപ്പോൾ മാധവ് സുരേഷ് ബേസിക്കലി ആ ഇൻ്റർവ്യൂവിൽ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, തൻ്റെ അച്ഛൻ BJP ആയതുകൊണ്ട് മകൻ BJPയെ സപ്പോർട്ട് ചെയ്യുന്നു, ആ BJP എന്ന പാർട്ടീൻ്റെ ഇത് കണ്ടുകൊണ്ടാണ് എനിക്ക് ഇത്രയും നെഗറ്റീവും ഹെയ്റ്റും കിട്ടാനുള്ള കാരണം, അത് കാരണം എൻ്റെ കരിയർ തന്നെ ഇല്ലാണ്ടാവുന്നെന്നാണ് മാധവ് സുരേഷ് പറയുന്നത്. പിന്നെ മാധവ് സുരേഷ് ആ ഇൻ്റർവ്യൂവിലും പിന്നെ അതിനകത്ത് വന്ന പ്രൊഡ്യൂസറും, ആ സിനിമയിൽ അഭിനയിച്ച പ്രൊഡ്യൂസറും പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ, ഏകദേശം 1 ലക്ഷം രൂപ അശ്വിൻ ഗോക്ക് ആവശ്യപ്പെട്ടെന്നും 1 ലക്ഷം രൂപ മേടിച്ചു കഴിഞ്ഞാൽ നെഗറ്റീവ് റിവ്യൂ പറയത്തില്ല, പോസിറ്റീവ് റിവ്യൂ പറഞ്ഞോളാം എന്നാണ് പറയുന്നത്. അത് ശരിക്കും പറഞ്ഞാൽ മാധവ് സുരേഷിൻ്റെ ഇൻ്റർവ്യൂ കണ്ടപ്പോഴത്തേക്ക് എനിക്ക് മനസ്സിലായ കള്ള പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ, അശ്വിൻ ഗോക്കിനെ പോലുള്ള ഒരാൾക്ക് വെറും 1 ലക്ഷം രൂപയ്ക്ക് വേണ്ടിയിട്ട് എന്തായാലും പുള്ളി ആ പരിപാടിക്ക് നിൽക്കത്തില്ലെന്ന് നമുക്ക് വ്യക്തമായി അറിയാം. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അശ്വിൻ ഗോക്കിന് അത്യാവശ്യം നല്ല വ്യൂസ് ഉള്ളതാണ് യൂട്യൂബിൽ. അപ്പോൾ എങ്ങനെ പോയാലും പുള്ളിക്ക് ഒരു 6-7 ലക്ഷം രൂപ മാസം കിട്ടും. അങ്ങനെയുള്ള നല്ല റവന്യൂ ജനറേറ്റ് ചെയ്യുന്നുള്ള ഒരാൾക്ക് എന്തിനാണ് വെറുതെ 1 ലക്ഷം രൂപയുടെ പേരിൽ പുള്ളിക്കാരൻ്റെ ആ ഒരു പേര് കളയുന്നത്, റെപ്യൂട്ടേഷൻ കളയുന്നത് എന്തിനാണ്? പുള്ളിക്കാരൻ ഇത്രയും വ്യൂസ് കിട്ടുന്നതുകൊണ്ട് എന്തുകൊണ്ടാണ് പുള്ളിക്കാരൻ്റെ റിവ്യൂസൊക്കെ ഭയങ്കരമായിട്ട് പുള്ളി റോ ആയിട്ടാണ് പറയുന്നത്. ആ റോനെസ് ഇഷ്ടപ്പെട്ടുകൊണ്ടാണ് ആൾക്കാർ പുള്ളിക്കാരൻ്റെ വീഡിയോസൊക്കെ കാണുന്നത്. അപ്പോൾ പുള്ളിക്കാരൻ ഒരിക്കലും ആ മണ്ടത്തരം ചെയ്തില്ല. പുള്ളിക്കാരൻ ഒരു ടീച്ചറാണ്. അപ്പോൾ പുള്ളിക്കാരൻ ഒരിക്കലും ആ മണ്ടത്തരം ചെയ്തില്ലെന്ന് നമുക്ക് വ്യക്തമായി അറിയാം. പിന്നെ അത് മാത്രമല്ല, പിന്നെ ഈ മേടിച്ചു എന്ന് പറഞ്ഞു, പൈസ മേടിച്ചു എന്ന് പറയുന്നുണ്ട്. ആ പൈസ മേടിച്ചിട്ട് തെളിവ്, അപ്പോൾ ഇവർ പറയുന്നത് വെച്ചാൽ ക്യാഷ് ആയിട്ടാണ് മേടിച്ചെന്ന് പറയുന്നു. ക്യാഷ് ആയിട്ടാണ് മേടിച്ചെങ്കിൽ ചാറ്റ് ചെയ്തതിൻ്റെ എന്തെങ്കിലും കാണുമല്ലോ, അല്ലെങ്കിൽ വിളിച്ചതിൻ്റെ കോൺടാക്ട് ചെയ്യുന്ന ഡീറ്റെയിൽസ് കാണുമല്ലോ, അത് സബ്മിറ്റ് ചെയ്തിട്ട് വേണം പറയാൻ. അല്ലാണ്ട് ഒരാളുടെ നിന്ന് വെറുതെ ഇതുപോലെ മേടിച്ചു എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ തെറ്റായ കാരണമാണ്. അശ്വിൻ ഗോക്ക് ശരിക്കും പറഞ്ഞാൽ പൊട്ടിത്തെറിച്ചുകൊണ്ടൊരു വീഡിയോയിൽ വന്നിട്ടുണ്ട്. അതിന് മുന്നോടിയായിട്ട് നമുക്ക് ആ മാധവ് സുരേഷിൻ്റെ ആ വീഡിയോ ഫസ്റ്റ് ഒന്ന് കാണാം. ഹെയ്റ്റ് ക്യാമ്പയിനിങ് ഞാൻ ഒരുപാട് അതിൽ ഡീറ്റെയിൽഡ് പറയുന്നില്ല. അത്യാവശ്യം ഒരു ബയസ്, ഒരു ന്യൂട്രൽ പേഴ്സ്പെക്റ്റീവിൽ കാണുന്ന ഏതൊരു മനുഷ്യനും എന്തുകൊണ്ടായിരിക്കും എനിക്ക് കിട്ടുന്ന ഒരു ഹെയ്റ്റ്, അതായത് ഞാൻ ഒരിക്കലും പറഞ്ഞിട്ടില്ല ഞാൻ ഒരു വലിയ പെർഫോമർ ആണെന്നോ ഒരു വലിയ നടനാണെന്നൊന്നും ഇതുവരെ ആരുടെ പറഞ്ഞിട്ടില്ല. ഞാൻ ഈ മേഖലയിൽ ഒന്ന് പഠിച്ച് എൻ്റെ പണി ചെയ്തു പോകാൻ നോക്കുന്ന ഒരാളാണ്. ആ എൻ്റെ സിനിമയെ പോലും പല പല രീതിയിൽ സെൻസ് ഇല്ലാത്ത രീതിയിലൊക്കെ പറയുമ്പോൾ വി ക്യാൻ അണ്ടർസ്റ്റാൻഡ്. ഈ ഹെയ്റ്റ് ക്യാമ്പയിൻ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ മാധവൻ്റെ പെർഫോമൻസ് കൊണ്ട് തന്നെ കിട്ടിയ സാധനമല്ലേ. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആ മൂവി, അതായത് മാധവൻ്റെ ഈ മൂവി, പുതിയ ലേറ്റസ്റ്റ് ഇറങ്ങിയ മൂവി പോസിറ്റീവ് പറഞ്ഞ ഏതെങ്കിലും ഒരു യൂട്യൂബർ പോട്ടെ, അശ്വിൻ ഗോക്കിനെ മാറ്റി നിർത്തുക. നിങ്ങൾ പറഞ്ഞ പോലെ അശ്വിൻ ഗോക്ക് പൈസ മേടിച്ചാൽ ചെയ്യുന്നത് പറഞ്ഞില്ലേ, അശ്വിൻ ഗോക്കിനെ മാറ്റി നിർത്തുക. വേറെ ഏതെങ്കിലും, അത് വലിയ യൂട്യൂബേഴ്സൊന്നുമല്ല, ചെറിയ ടൈപ്പ് ഏതെങ്കിലും യൂട്യൂബേഴ്സ് ഒരാളെങ്കിലും ഈ പടത്തിനെ കുറിച്ച് പോസിറ്റീവ് പറഞ്ഞിട്ടുണ്ടോ? പോട്ടെ, മാധവൻ്റെ ആക്ടിങ് നല്ലതാന്ന് പറഞ്ഞാൽ ആരെങ്കിലും വന്നിട്ടുണ്ടോ? മാധവൻ്റെ എന്നെ തിയേറ്ററിൽ വെച്ചിട്ട് ആ ഒരു ചെറുക്കൻ്റെ അടുത്ത് ചോദിക്കുന്നുണ്ട് എൻ്റെ ആക്ടിങ് എങ്ങനെ ഉണ്ടായെന്ന് ചോദിക്കുമ്പോഴത്തേക്ക് അവിടെ തിയേറ്ററിൽ വന്ന് കണ്ട ഒരു പ്രേക്ഷകൻ മാധവൻ്റെ മുന്നിൽ നോക്കി വെച്ച്, ചേട്ടൻ കുറേ കാര്യങ്ങൾ ഇമ്പ്രൂവ് ചെയ്യാനുണ്ട്. ശരിക്കും പറഞ്ഞാൽ മുഖത്ത് തുറന്നടിച്ച് പറയാൻ പറ്റില്ല, ചേട്ടാ പടം മൊത്തം ചേട്ടൻ ഇമ്പ്രൂവ് ചെയ്യാനുണ്ട്. മാധവൻ്റെ ആക്ടിങ് നമുക്കറിയാം. അത് പുള്ളിക്കാരൻ്റെ ഫസ്റ്റ് ഫിലിമിൽ അത് അനാഥരാണ്, നമ്മൾ ഗുണ്ടകളല്ല, ആ ഒരു തൊലിഞ്ഞ സാധനം വെച്ച് അഭിനയിച്ചിട്ട് അതിന് ഹെയ്റ്റ് കിട്ടിയില്ലെങ്കിൽ അത്ഭുതമേ ഉള്ളൂ. എന്ന് വെച്ചാൽ അതൊക്കെ ഭയങ്കര ട്രോൾ മെറ്റീരിയലായിരുന്നു. അതിനുശേഷം വന്ന് മറ്റേ സുരേഷ് ഗോപിയായിട്ട് ഒരു പടം വന്നിട്ടുണ്ട്, JSK എന്ന് പറഞ്ഞൊരു പടം ഉണ്ടായിരുന്നു. അതിൻ്റെ അകത്തും വലിയ തൊഴിൽ, അതായത് ബലാത്സംഗം ചെയ്തപ്പെട്ട ഒരു ചേച്ചിയോട് ഒരു എക്സ്പ്രഷൻ കാണിക്കുന്നത്, മറ്റേ ഉദയനാണ് താരത്തിനകത്ത് ലാലേട്ടൻ പറയും, ഇത് പശു ചാണകം ഇടാൻ പോകുമ്പോഴുള്ള എക്സ്പ്രഷനാണെന്ന് പറയത്തില്ല, അതേപോലത്തെ ഒരു എക്സ്പ്രഷൻ ഇട്ടുകൊണ്ടിരുന്ന് കഴിഞ്ഞാൽ ആൾക്കാരെടുത്തിട്ട് ഉടുക്കും, അത് ഏറിക്കയറും. അതിനിപ്പോൾ കുറ്റം പറഞ്ഞിട്ട് നമുക്ക് കഴിവില്ലെങ്കിൽ കഴിവില്ല എന്ന് അംഗീകരിക്കുക, അതാണ് സംഭവം. എന്ന് വെച്ചാൽ പുള്ളിക്കാരന് അഭിനയിക്കാനുള്ള കഴിവില്ല. സത്യത്തിൽ നിങ്ങളൊരു എക്സാമ്പിൾ എടുക്കുകയാണെങ്കിൽ പുള്ളിക്കാരൻ എന്നിട്ട് എപ്പോഴും പറയുന്നുണ്ട്, അതായത് ഞാൻ ഇതിൻ്റെ ഫസ്റ്റ് മൂവിയാണ്, അപ്പോൾ എനിക്ക് അതിൻ്റേതായിട്ടുള്ള ഇതുകൊണ്ട്. നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം, അതായത് ഇവിടെ ടാലൻറ്റഡ്, ഈ മലയാളം ഇൻഡസ്ട്രി ഇഷ്ടം പോലെ ടാലൻറ്റഡ് ആയിട്ടുള്ള ആൾക്കാരുണ്ട്. അപ്പോൾ എന്തിനാണ് നിങ്ങളെപ്പോലുള്ള എക്സ്പീരിയൻസ് ഇല്ലാത്ത ഇതുപോലെ അഭിനയിക്കാൻ അറിയാൻ പാടുള്ള ആൾക്കാർക്ക് വെച്ച് പ്രൊഡ്യൂസ് ചെയ്യുന്നതെന്ന് ഞാൻ ചോദിക്കുന്നുള്ളൂ. ഇഷ്ടം പോലെ ആൾക്കാർ, അത് ഇഷ്ടം പോലെ പുതുമുഖ നടന്മാരുണ്ട്, നല്ലതായിട്ട് അഭിനയിക്കുന്ന ആൾക്കാരുണ്ട്, അല്ലെങ്കിൽ ഇച്ചിരി സ്റ്റാർ വാല്യൂ കുറഞ്ഞാണെങ്കിൽ നല്ലതായിട്ട് അഭിനയിക്കുന്ന ആൾക്കാരുണ്ട്. പിന്നെ എന്തിനാണ് ഇതേപോലത്തെ അഭിനയം കാണിക്കാൻ? അതായത് ഈ സാധനം ഫ്രീ ആയിട്ടല്ല,
തിയേറ്ററിൽ നമ്മൾ വരുന്ന സമയത്തെ ഒരു പൈസ എന്ന് പറഞ്ഞ സാധനമുണ്ട്. ഈ സാധനം ഞങ്ങൾ അങ്ങോട്ട് കൊടുത്തിട്ടാണ് ഈ ടിക്കറ്റ് വാങ്ങിക്കുന്നത്. ഇത് ഞങ്ങളുടെ ടൈമാണ്, 2.5 മണിക്കൂർ ഞങ്ങളുടെ ടൈം കളഞ്ഞിട്ടാണ് ഈ സാധനം ഇരുന്ന് കാണുന്നത്. അപ്പോൾ ഞങ്ങളുടെ ടൈമിനും പൈസയ്ക്കും വിലയില്ലേ? അപ്പോൾ ഞങ്ങൾ നോക്കുന്ന സമയത്ത് ഞങ്ങളെ എൻ്റർടൈൻ ചെയ്യാൻ അല്ലെങ്കിൽ ഞങ്ങളെ ആസ്വദിക്കാൻ പറ്റാത്തൊരു സാധനമാണെങ്കിൽ ഞങ്ങൾ ഇത് പറയും, അഭിപ്രായം പറയും. അത് അഭിപ്രായം പറയാനുള്ള സ്വാതന്ത്ര്യം നമുക്ക് ഇന്ത്യയിലുണ്ട്. ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇവരുടെ ഈ പ്രൊഡ്യൂസർ പറയുന്ന രീതി വെച്ച് നോക്കുകയാണെങ്കിൽ നിങ്ങൾക്കൊരു കടയിൽ നിന്ന് ഒരു ബിരിയാണി മേടിക്കാം. ബിരിയാണി മേടിച്ച് കഴിഞ്ഞാൽ ആ ബിരിയാണി തിന്നണമെങ്കിൽ ഒരാഴ്ച കഴിഞ്ഞിട്ട് തിന്നാൻ പറ്റുള്ളൂ എന്ന് പറയുന്ന ഒരു അവസ്ഥയാണ് ഈ പ്രൊഡ്യൂസറിൻ്റെ. അതായത് നിങ്ങൾക്ക് സിനിമ കാണാം, പക്ഷേ എൻ്റെ അഭിപ്രായം പറയാൻ പാടില്ല എന്നാണ് ഈ പ്രൊഡ്യൂസർ ഉദ്ദേശിക്കുന്നത് ബേസിക്കലി. ശരിക്കും പറഞ്ഞാൽ ഒരു കാര്യം ചോട്ടെ, ഒരു പടം പോസിറ്റീവായി നല്ലൊരു പടം ഇറങ്ങുന്ന സമയത്ത്, നല്ലൊരു പടം ഇറങ്ങി നല്ലൊരു ഗുഡ് സ്റ്റോറിയുള്ള ഒരു പടം, ഈ റിവ്യൂസ് അശ്വിൻ ഗോക്ക് പോലത്തെ ഉള്ള റിവ്യൂസ് പോസിറ്റീവ് പറയുന്ന സമയത്ത് ഈ പറഞ്ഞ പ്രൊഡ്യൂസേഴ്സിൻ്റെ ഒഫീഷ്യൽ ചാനലിൽ ഇവരുടെയൊക്കെ ഷസാമിൻ്റെ ആയിക്കോട്ടെ, കോക്കിൻ്റെ ആയിക്കോട്ടെ, സീക്രട്ട് ഏജൻ്റ് ആയിക്കോട്ടെ, ഇവരുടെയൊക്കെ ക്ലിപ്സ് കട്ട് ചെയ്ത് ഇവരിടും പടം സക്സസ്ഫുൾ ആണെന്ന് കാണിക്കാനായിട്ട്. അപ്പോൾ പടം പോസിറ്റീവ് ആകുമ്പോൾ ഇവരുടെ കാര്യങ്ങളൊക്കെ കട്ട് ചെയ്തിടുന്നുണ്ടല്ലോ. നെഗറ്റീവ് പറയുമ്പോൾ മാത്രം അത് നിങ്ങൾ അക്സെപ്റ്റ് ചെയ്യാൻ പഠിക്കണം. അത് നല്ല വർക്കാണെങ്കിൽ നല്ല വർക്ക്. ഇപ്പോൾ അശ്വിൻ ഗോക്ക് മറ്റേ വേറൊരു പടം പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമ്മുടെ ലാലേട്ടൻ്റെ ഭീഷ്മ എന്ന് പറഞ്ഞ പടമില്ലേ, അതിനകത്ത് മോശം റിവ്യൂ ആണ്. അശ്വിൻ ഗോക്ക് പറഞ്ഞാൽ അശ്വിൻ ഗോക്കിന് ആ പടം ഇഷ്ടപ്പെട്ടില്ല. പക്ഷേ കണ്ട പ്രേക്ഷകർക്ക് അത് ഇഷ്ടപ്പെട്ടു, അത് അശ്വിൻ ഗോക്കിന് തിരിച്ചടിച്ചു. ബ്രോമാൻസ് എന്ന് പറഞ്ഞ പടം അശ്വിൻ ഗോക്കിന് ഇഷ്ടപ്പെട്ടു, അത് നല്ലൊരു റിവ്യൂ പറഞ്ഞു. പക്ഷേ കണ്ടതിന് ഞങ്ങൾക്ക് എന്നെ പോലെയുള്ള ആൾക്കാർക്ക് ആ പടം ഇഷ്ടപ്പെട്ടില്ല, അശ്വിൻ ഗോക്കിന് ഏറിക്കയറി. അത് പുള്ളിയുടെ അഭിപ്രായമാണ്. പുള്ളിയുടെ അഭിപ്രായം, അത് പുള്ളിക്ക് ഒരു പടം പുള്ളി കാണുന്ന പേഴ്സ്പെക്റ്റീവ് നമുക്ക് ഒരിക്കലും മാറ്റാൻ പറ്റത്തില്ല. പുള്ളിക്കൊരു പടം ഇഷ്ടപ്പെട്ടായിരിക്കും, അത് പുള്ളിയുടെ ഇതാണ്, തോട്ടാണ്. അത് എല്ലാവർക്കും ഓരോരോ പേഴ്സ്പെക്റ്റീവ്. എനിക്ക് ഇഷ്ടപ്പെടുന്ന പടം ചിലപ്പോൾ അശ്വിൻ ഗോക്കിന് ഇഷ്ടപ്പെട്ടെന്ന് വരില്ല, അശ്വിൻ ഗോക്കിന് ഇഷ്ടപ്പെട്ട പടം എനിക്ക് ഇഷ്ടപ്പെട്ടെന്ന് വരില്ല. എല്ലാവരുടെയും പേഴ്സ്പെക്റ്റീവ് ഡിഫറൻ്റ് ആണ്. അത് റെസ്പെക്ട് ചെയ്യാൻ പഠിക്കുക. അതായത് പുള്ളി ഫ്രീ ആയിട്ടൊന്നുമല്ല. നിങ്ങൾ ഫ്രീ ആയിട്ട് ടിക്കറ്റ് കൊടുത്തിട്ടാണെങ്കിൽ ഇപ്പോൾ പറയുന്നതിൽ കാര്യമുണ്ട്. പുള്ളിക്കാരൻ അധ്വാനിച്ചുണ്ടാക്കുന്ന പൈസ കൊടുത്ത് പുള്ളിക്കാരൻ 2.5 മണിക്കൂർ മാറ്റി വെച്ച് പുള്ളിക്കാരൻ ഒരു സിനിമ കാണുന്നു. ആ സിനിമ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ പുള്ളി അതിൻ്റെ അഭിപ്രായം യൂട്യൂബിൽ കമൻറ്റ് ചെയ്യുന്നു. അതിനിപ്പോൾ എന്താ തെറ്റ്? അത് നിങ്ങളെപ്പോലെ ഇത് പിന്നെ വേറൊരു തെറ്റായ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ പ്രൊവോക്ക് ചെയ്യാനുള്ള വേറൊന്നും കണ്ട. അതായത് നല്ലൊരു പടം, ഇത് ബേസിക്കലി പ്രൊഡ്യൂസർ പറയുന്നത് നല്ലൊരു പടം ഇവരൊക്കെ ചേർന്ന് നശിപ്പിച്ചു എന്ന രീതിയിലാണ് പറയുന്നത്. ആ പടത്തിൽ അല്ലെ നിങ്ങൾക്ക് ആ ട്രെയിലർ ഒന്ന് കണ്ടു നോക്കുക. നിങ്ങൾ സംശയം ആ പടത്തിൻ്റെ ട്രെയിലർ ഒന്ന് കണ്ടു നോക്കുക. അത് എന്താണ് ഉള്ളത് അതിനകത്ത്? ഇതേപോലെ അഭിനയിക്കാനാണെങ്കിൽ, ഇതേപോലെ കോമാളിത്തരം കാണിക്കുകയാണെങ്കിൽ, മാധവ് സുരേഷിനെ പോലെ ഇതേ ഒന്നുള്ള കോമാളിത്തരം കാണിക്കണമെങ്കിൽ ഞങ്ങൾ നാടകം കാണാനായിട്ട് 2.5 മണിക്കൂർ ഞങ്ങൾ പൈസയും കൊടുത്ത് തിയേറ്ററിൽ വന്നിരിക്കണോ? അതേ എനിക്ക് ചോദിക്കാനുള്ളൂ. എന്തായാലും അശ്വിൻ ഗോക്കിൻ്റെ വീഡിയോ നമുക്കൊന്ന് കാണാം. സമ്മേളനം നടത്തിയിട്ട് പറയുകയാണ്, പ്രസ് മീറ്റ് വിളിച്ചിട്ട് പറയുകയാണ്, ഞാൻ 1 ലക്ഷം രൂപ ആവശ്യപ്പെട്ടു. ഞാൻ 1 ലക്ഷം രൂപ ആവശ്യപ്പെടുന്ന തെളിവ് നിൻ്റെ അടുത്തുണ്ടോ? ഓക്കെ, ഞാൻ ആവശ്യപ്പെട്ടു നീ പറയുന്നല്ലോ. എടാ, പറയുമ്പോൾ ഒരു മിനിമം മര്യാദ വേണം. എന്നെ നാണം കെടുത്ത് 1 ലക്ഷം ഉലുവയോ? യെസ്, ഇതൊരു ന്യായമായൊരു കാര്യമാണ്. അതായത് അശ്വിൻ ഗോക്ക് ഇതേപോലെ 1 ലക്ഷം രൂപ മേടിച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ തെളിവ് കാണിക്കേണ്ട അവർ ഉത്തരവാദിത്തമാണ്. ഇപ്പോൾ പോട്ടെ, എൻ്റെ കയ്യിൽ നിന്ന് ഒരാൾ 1 ലക്ഷം രൂപ മേടിച്ചു, നിങ്ങൾ 1 ലക്ഷം രൂപ ചോദിച്ചു, പക്ഷേ ഞാൻ തന്നില്ല. അതിൻ്റെ തെളിവ് കാണിക്കുക. ഇതേപോലെ നിങ്ങൾ ചാറ്റ് കാണിക്കുക, അല്ലെങ്കിൽ ഇതേപോലെ ഇന്ന സ്ഥലത്ത് വന്ന് തരാമെന്ന് പറഞ്ഞാൽ ചാറ്റ് കാണിക്കുക. എന്നിട്ട് ഈ പറയുന്നതിലാണെങ്കിൽ ഇൻ്റർവ്യൂ കൊടുക്കുന്നതിലാണ് അർത്ഥമുണ്ട്. അല്ലാണ്ട് ചുമ്മാ വന്നിരുന്ന ഒരാൾ 1 ലക്ഷം രൂപ ചോദിച്ചു, 2 ലക്ഷം രൂപ ചോദിച്ചു എന്ന് പറഞ്ഞതിൽ അർത്ഥമില്ല. ഇപ്പോൾ പോട്ടെ, ഇയാൾ അക്കൗണ്ട് ത്രൂ അല്ല അയക്കുന്നത്, ക്യാഷ് ആയിട്ടാണ്. എന്തായാലും നമ്മൾ ഫോൺ ത്രൂ ആയിരിക്കില്ല, അല്ലാണ്ട് നമ്മൾ ഈ ലെറ്റർ അല്ലല്ലോ അയക്കുന്നത്. എന്തായാലും ഫോൺ ത്രൂ അല്ലെങ്കിൽ ഏതെങ്കിലും ത്രൂ മെസ്സേജ് ത്രൂ ആയിരിക്കുന്നത്. അതിൻ്റെ സ്ക്രീൻഷോട്ട് ഇട്ടാലും മതി. അതൊട്ടും അവർ ഇല്ലാതാനും. അപ്പോൾ കള്ളം പറയുമ്പോൾ മയത്തിൽ പറയുക. അതായത് പടം പൊട്ടിക്കഴിഞ്ഞിട്ട് അത് റിവ്യൂസിൻ്റെ തലയിലിടുന്നത് അത് ശരിയായിട്ടുള്ള കാര്യമല്ല. പടം അത് നിങ്ങളൊരു പടം എടുക്കുന്നതിന് മുന്നേ അത് 2-3 വട്ടം ചിന്തിക്കുക, ഇത് അവിടെ വർക്കൗട്ട് ആവുമോ എന്നൊക്കെ ചിന്തിക്കുക. പിന്നെ വേറെ കുറേ പേരൊരു കോൺസെപ്റ്റ് ഉണ്ട്. അതായത് ഈ മൂവി ഇൻഡസ്ട്രിയിൽ കുറേ പേര് വർക്ക് ചെയ്യുന്നതല്ലേ എന്ന് കുറേ പേര് ചോദിക്കുന്നത്. അവരുടെ കഷ്ടപ്പാട് കണ്ടില്ലല്ലോ. എല്ലാ പടവും ഈ മലയാളം ഇൻഡസ്ട്രിയിലല്ല, ഇന്ത്യൻ ഫിലിംസിൽ ഇറങ്ങുന്ന എല്ലാ പടവും അതിൻ്റേതായ കഷ്ടപ്പാടുണ്ട്. എല്ലാവരും ഹാർഡ് വർക്ക് ചെയ്തിട്ട് തന്നെയാണ് ഒരു മൂവി എടുക്കുന്നത്. ആ മൂവിയുടെ കഷ്ടപ്പാടില്ലെന്നില്ല. പക്ഷേ ഈ സാധനം അതായത് ഈ കാണുന്ന ഓഡിയൻസിൻ്റെ വിലപ്പെട്ടൊരു സാധനമാണ് ടൈം. ആ ടൈം കളഞ്ഞ് അതവിടെ ഓഡിയൻസിനെ അവിടെ പുൾ ഓഫ് ചെയ്യണമെങ്കിൽ നിങ്ങളുടെ വർക്ക് നല്ലതായിരിക്കണം. അത് കുറേ കോമ്പറ്റീറ്റേഴ്സ് ഉണ്ട്. ഇപ്പം നമ്മുടെ തന്നെ ആക്ടേഴ്സ് നോക്കാം, മോഹൻലാൽ, നമുക്ക് മമ്മൂക്കയുണ്ട്, ലാലേട്ടനുണ്ട്, പൃഥ്വിരാജുണ്ട്, ഇഷ്ടംപോലെ കോമ്പറ്റേറ്റീവ് ആക്ടേഴ്സ് ഉണ്ട്. അപ്പം ഇവരുടെ കൂട്ടത്തിൽ ഇപ്പോൾ ബെസ്റ്റായിട്ട് പെർഫോം ചെയ്യുന്ന അവരായിരിക്കും മാർക്കറ്റിൽ അവർക്ക് ഡിമാൻഡ്. അതായത് അതിന് ഇതിപ്പോൾ ലാലേട്ടൻ മേടിക്കുന്ന പൈസ മറ്റുള്ളവർക്ക് മേടിക്കാൻ പറ്റുമോ? അല്ല പോട്ടെ, വിജയ് മേടിക്കുന്ന പൈസ, തമിഴ്നാട്ടിൽ നമ്മുടെ തലപതി വിജയ് മേടിക്കുന്ന പൈസ ഇവിടെ മലയാളം ഇൻഡസ്ട്രിയിൽ ആർക്കെങ്കിലും മേടിക്കാൻ പറ്റുമോ? അതായത് നിങ്ങളുടെ വർക്ക് നല്ലതാവണം. നിങ്ങൾ അതിനനുസരിച്ചുള്ള ബ്രാൻഡ് നിങ്ങൾ ക്രിയേറ്റ് ചെയ്യണം. അതല്ലാണ്ട് ചുമ്മാ ഒന്നെങ്കിൽ അതിന് ബ്രാൻഡ് ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും അഭിനയിക്കാൻ അറിയണം. അത് ഒന്നാമത്തെ കാര്യം. നിങ്ങളൊരു കാര്യം ആലോചിച്ചാൽ മതി. ദുൽഖറിൻ്റെ ഫസ്റ്റ് പടം, സെക്കൻഡ് ഷോ എന്ന് പറഞ്ഞ ഫസ്റ്റ് പടത്തിൽ ദുൽഖർ
വലിയ ഗുണമില്ലാത്ത, എന്നാലും അഭിനയിച്ചിട്ടുണ്ട്. എന്ന് വെച്ചാൽ ഒരു ഫസ്റ്റ് ന്യൂ കമ്മർ എന്ന രീതിയിൽ ദുൽഖറിൻ്റെ ഒരു അഭിനയമായിരുന്നു സെക്കൻഡ് ഷോയിൽ കണ്ടത്. അതിനുശേഷം പുള്ളിക്കാരൻ്റെ രണ്ടാമത്തെ പടം ABCD ഉസ്താദ് ഹോട്ടലാന്ന് തോന്നുന്നു. ഈ 2 പടത്തിലും ഈ സെക്കൻഡ് ഷോ വെച്ച് 2 പടം കമ്പയർ ചെയ്ത് നോക്കുക. എന്തൊരു ഡ്രാസ്റ്റിക് ചേഞ്ചാണ് ദുൽഖർ കൊണ്ടുവന്നത്. അത് അത് നമ്മുടെ ഒരു വർക്ക്, നമ്മുടെ ഫസ്റ്റ് മൂവി ഒരു എപ്രിൽ ലെസനായി. ഓക്കെ, ഫസ്റ്റ് മൂവി മാധവൻ്റെ മാറ്റി വെക്കുക, അത് പുള്ളിക്ക് നല്ലതായിട്ട് പുൾ ഓഫ് ചെയ്യാം, പുള്ളിയുടെ ഫസ്റ്റ് പടമാണ്. ഓക്കെ, സെക്കൻഡ് മൂവിയിൽ വന്ന സമയത്ത് നമ്മളത് ചിന്തിക്കണം, നമ്മൾ എന്തൊക്കെ ഇമ്പ്രൂവ് ചെയ്യണമെന്ന് ചിന്തിക്കും. നിങ്ങളുടെ ഒരു ഫാദർ സുരേഷ് ഗോപി എന്ന് പറഞ്ഞ ചെറിയ ആളല്ല. പുള്ളിക്കാരൻ പണ്ട് തൊട്ടേ മൂവിയിലുള്ള പുള്ളിക്കാരനോട് ചോദിക്കാം അപ്പ എന്തൊക്കെയാണ് ഇമ്പ്രൂവ് ചെയ്യേണ്ടത്, എൻ്റെ എന്താണ് പ്രശ്നം എന്നൊക്കെ ചോദിച്ച് മനസ്സിലാക്കാം. അല്ലെങ്കിൽ അത് പഠിക്കണം, അറിയാൻ പാടില്ല. നിങ്ങൾ ഈ എൻ്റെ ജോലി എന്ന് പറയുന്നത്, നിങ്ങൾക്ക് നിങ്ങളുടെ ജോലി പെർഫെക്റ്റ് ആയിട്ട് ചെയ്യണമെങ്കിൽ നിങ്ങളത് പ്രോപ്പറായിട്ട് പെർഫോം ചെയ്യണം. ആൾക്കാരെ തിയേറ്ററിലോട് പുൾ ഓഫ് ചെയ്യണം, നല്ല രീതിയിൽ അഭിനയിച്ചിട്ട് നിങ്ങൾ വിളിക്കും. നിങ്ങളുടെ അഭിനയം മോശം, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നിങ്ങളുടെ ഒരു പടം ഇറങ്ങി, നിങ്ങൾ നല്ല രീതിയിൽ അഭിനയിച്ചു, എന്നിട്ടാണ് അശ്വിൻ ഗോക്കി മോഷൻ റിവ്യൂ പറയുന്നതിൽ ഓക്കെ അർത്ഥമുണ്ട്. ഇത് ചവറ് പോലെ അഭിനയിച്ചിട്ട് ആ പടത്തിന് പോസിറ്റീവ് റിവ്യൂ പറയണമെന്ന് പറഞ്ഞാൽ എവിടുത്തെ ന്യായമാണ്? ഈ 1 ലക്ഷം രൂപ മേടിച്ചു എന്ന് പറഞ്ഞാൽ ആ പ്രൊഡ്യൂസറിൻ്റെ ആ ഇൻ്റർവ്യൂ ക്ലിപ്പും കൂടെ നമുക്കൊന്ന് കാണാം. നമ്മളെ ശരിക്കും നമ്മളെ ഉപദ്രവിച്ചിട്ടുണ്ട്. അതിൽ പ്രധാനമായിട്ടും പറയേണ്ടുന്നത് അശ്വന്ത് ഗോക്ക്, 2 ഉണ്ണി വ്ളോഗ്. പിന്നെ ഈ അശ്വന്ത് ഗോക്ക് എന്താണ് എനിക്കുണ്ടാക്കിയ നഷ്ടം എന്ന് പറയുന്നത്, നഷ്ടം ചെറുതല്ല. ഈ അശ്വന്ത് ഗോക്ക് എന്ന് പറയുന്ന വ്യക്തി സത്യം പറഞ്ഞാൽ റിവ്യൂ പറയുന്നത് പൈസ വാങ്ങിക്കൊണ്ടാണ് പറയുന്നത് എന്ന് എനിക്ക് വ്യക്തമായ അറിവുണ്ട്. അതായത് ഒരു മൂവിക്ക് 1 ലക്ഷം രൂപയാണ് പുള്ളി ചോദിക്കുന്നത്. അതായത് 1 ലക്ഷം രൂപ കൊടുത്തില്ലെങ്കിൽ പുള്ളി നെഗറ്റീവ് പറയും, 1 ലക്ഷം രൂപ കൊടുത്താൽ പോസിറ്റീവ് പറയും. ഓക്കെ, ഇത് ഞാനൊരു പ്രൊഡ്യൂസർ എന്നുള്ള നിലയ്ക്ക് പിന്നെ എനിക്ക് സംഭവിച്ച കാര്യമാണ് ഞാൻ ഈ പറയുന്നത്. ഓക്കെ, അപ്പോ ഇതിന് ഞാൻ സൈബറുമായിട്ട് ബന്ധപ്പെട്ടു. അപ്പൊ അവര് പറഞ്ഞത് ഇതിലൊരു ശരിയാവണ്ണം അവർക്ക് കേസെടുക്കാനുള്ളൊരു റൈറ്റ് അതിലില്ല. അശ്വിൻ ഗോക്ക് പൈസ മേടിച്ചിട്ടാണ് റിവ്യൂ ചെയ്യുന്നതെങ്കിൽ അപ്പോൾ ഇന്നത്തെ ഇവരുടെ പടം, ഇവർ പറയുന്ന ഇവരുടെ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരും പൈസ 1 ലക്ഷം രൂപ ഡിമാൻഡ് ചെയ്യുന്നല്ലേ പറഞ്ഞു, 1 ലക്ഷം രൂപ കൊടുത്തു എന്നല്ലേ പറയുന്നത്. 1 ലക്ഷം രൂപ കൊടുത്തെങ്കിൽ പിന്നെ അശ്വിൻ ഗോക്ക് എന്തിനാണ് നെഗറ്റീവ് റിവ്യൂ പറയുന്നത്? അതായത് നിങ്ങൾ പറയുന്ന സമയത്ത്, അത് നിങ്ങൾ പറയുന്ന കാര്യങ്ങൾ, നിങ്ങൾ പറയുന്ന സ്റ്റേറ്റ്മെൻറ്റ് ആദ്യം പ്രോപ്പറായിട്ട് പ്രിപ്പയർ ചെയ്യുക. നിങ്ങളുടെ പടം പൊട്ടിയതിൻ്റെ ബേസിസിൽ, അത് നിങ്ങളുടെ പടം പൊട്ടി, നിങ്ങൾക്ക് നിങ്ങളുടെ കഴിവില്ലായ്മ കൊണ്ട് നിങ്ങളുടെ ഒരു പടം പൊട്ടി, അത് റിവ്യൂസിൻ്റെ തലയിൽ ഇടുന്നതിലൊരു അർത്ഥമില്ല. അതേ പറയാനുള്ളൂ. നിങ്ങളുടെ കഴിവില്ലായ്മ കൊണ്ട് ആ പടം പൊട്ടി, നിങ്ങൾക്ക് ആ പടത്തിൽ കാര്യമായിട്ടൊന്നുമില്ല, ആൾക്കാർ കയറിക്കഴിഞ്ഞാൽ ആൾക്കാർക്ക് ഭ്രാന്ത് പിടിപ്പിച്ച് ഇറക്കി പോകാനല്ലാണ്ട് ആ പടത്തിൽ കാര്യമായിട്ടൊന്നും ഇല്ലാത്തതുകൊണ്ട് ആ പടം പൊട്ടി, അത് അക്സെപ്റ്റ് ചെയ്യാൻ പഠിക്കുക. എന്നിട്ട് അടുത്ത പരിപാടി എന്താണെന്ന് ചെയ്യുക. ഇത്രയും ബുദ്ധിയുള്ള പ്രൊഡ്യൂസർ ആയിരുന്നെങ്കിൽ മാധവ് സുരേഷിനെ പോലെ ആരെങ്കിലും വെച്ച് പടം ചെയ്യുമോ? അല്ല പോട്ടെ, അയാൾക്കൊരു സൈഡ് റോൾ വെക്കുക. അഭിനയിക്കുന്ന ഒരാളെ പിടിച്ച് നായകനായിട്ട് വെച്ചൂടെ? അഭിനയിക്കുന്ന ഒരാളെ പിടിച്ച് നായകനായി വെക്കുക, പുള്ളിക്കൊരു സൈഡ് റോൾ, അല്ലെങ്കിൽ കൂട്ടുകാരൻ്റെ റോളോ അങ്ങനെ എന്തെങ്കിലും സൈഡ് റോൾ കൊടുത്താൽ പോരെ? അഭിനയിക്കാത്ത ഒരാളെ പിടിച്ച് മെയിൻ ക്യാരക്ടറാണ് ഹീറോസ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അഭിനയിക്കാൻ വേണം. എന്ന് വെച്ച് കഴിഞ്ഞാൽ അഭിനയിക്കാൻ അറിയാത്ത ഒരാൾക്കൊക്കെ ഹീറോ ആക്കി വെച്ച് കഴിഞ്ഞാൽ എങ്ങനെ ആൾക്കാരെങ്ങനെ കണ്ടിരിക്കുന്നത്? മറ്റേ അഖിൽമാരാറിൻ്റെ ഒരു പടമില്ലേ, മറ്റേ എന്തായിരുന്നു, മൂന്നാറോ എന്തൊരു ഇവരുടെ ബിഗ് ബോസ് താരങ്ങളെല്ലാം കൂടെ ചേർന്നൊരു പടിയില്ല, എന്താ ആ പടത്തിൻ്റെ പേര് എനിക്ക് ഓർമ്മയില്ല. ആ പടത്തിൽ അതിൻ്റെ കുറച്ച് സീൻസും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. അതേപോലെ ഇരിക്കും അഭിനയിക്കാൻ അറിയാൻ പാടില്ലാത്ത എല്ലാം കൂടെ കയറി അഭിനയിച്ചു കഴിഞ്ഞാൽ. നിനക്ക് എന്ത് പ്രൂഫ് കാണിക്കണം? പ്രൂഫ് കാണിക്ക്. പ്രൂഫ് കാണിക്കണം. ഞാനെന്താ നിനക്ക് ഗൂഗിൾ പേ വഴിയല്ല, മറ്റെന്താ UPI വഴിയല്ല, പിന്നെ നിന്റെ അച്ഛൻ ചാക്ക കെട്ടിയിട്ട് എനിക്ക് 1 ലക്ഷം രൂപ കൊണ്ടുവന്നാടാ നായേ, എന്നിട്ട് ചോദിക്കുന്നേ പറയട്ടെ നായേ, നിന്നെ വിളിക്കുന്നു. നിന്റെ അച്ഛൻ ഗൂഗിളില് തരാതെ ചാക്കൽ കെട്ടി എനിക്ക് കൊണ്ടുവന്നോ? ഇത് അങ്ക അട്ടാസിന്റെ പ്രൊഡ്യൂസർ എടുത്താൻ ചോദിക്കുന്നേ, മനസ്സിലായോ? പിന്നെ കമന്റിടുന്ന പട്ടികളോട് ഈ ഇന്റർവ്യൂ മൊത്തം ഒന്ന് കാണണം. അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ മാധവ് സുരേഷ് കുറേ സ്റ്റേറ്റ്മെന്റ് പറഞ്ഞു. മാധവ് സുരേഷിന്റെ സ്റ്റേറ്റ്മെന്റ്സിനെ കൂടെ അണ്ണാക്കിലടിച്ച് അശ്വിൻ ഗോക്ക് ഒരു വീഡിയോ ചെയ്ത പോലെ. ശരിക്കും പറഞ്ഞാൽ ഞാൻ ഇത് രാത്രി പുള്ളി 2 മണിക്ക് 3 മണിക്കും കണ്ട് റിലീസ് ചെയ്ത സാധനം ഇത്. ഞാൻ ചുമ്മാ നോക്കി കണ്ടു കഴിഞ്ഞാൽ ഞാൻ രാത്രി നിന്ന് ചിരിയായിരുന്നു. സാധനം ഫുൾ കോമഡിയാ. പുള്ളി ഇച്ചിരി അടിച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു. അടിച്ചിട്ട് നല്ല രീതിയിൽ പുള്ളി ആ ഒരു ടെമ്പറിൽ അങ്ങ് പറഞ്ഞ, പക്ഷേ എല്ലാവർക്കും പ്രോപ്പറായിട്ട് കണക്റ്റായി. പിന്നെ പുള്ളിക്കാരൻ ധ്യാനിനെ കുറിച്ച് കുറേ കാര്യങ്ങളുണ്ട്, പക്ഷേ അതൊരു പോയിന്റ് ആട്ടോ പുള്ളിക്കാരൻ പറഞ്ഞത്. അതായത് ധ്യാൻ ശ്രീനിവാസനെ കുറിച്ച് പുള്ളിക്കാരൻ കുറേ, ധ്യാൻ്റെ മൂവി ഫസ്റ്റ് ഡേ ഫസ്റ്റ് ഷോ കണ്ടിട്ട് പുള്ളിക്കാരൻ നെഗറ്റീവ് പറയുന്നതാണ്. ധ്യാൻ്റെ കാര്യം, അത് ധ്യാൻ്റെ ഓരോ മൂവിയിലും ഇന്നേ വരെ ഒരു പോസിറ്റീവ് ഒരു കാര്യം പറഞ്ഞിട്ടില്ല ധ്യാൻ്റെ ഒരു പടത്തിൽ. ആ ധ്യാനെ കുറിച്ച് അശ്വിൻ ഗോക്ക് നല്ല പോസിറ്റീവായിട്ടാണ് പറയുന്നത്. അതൊന്ന് കാണാം. എൻ്റെ ധ്യാനാണ് മൈ ധ്യാൻ. എത്ര പടം ഞാൻ ധ്യാനെ പറഞ്ഞടാ,
ഇന്ന് വരെ ആ മനുഷ്യൻ, എൻ്റെ ധ്യാൻകുട്ടൻ ഇന്ന് വരെ എനിക്കിതൊരു വാക്ക് പറഞ്ഞിട്ടില്ല. മാത്രമല്ല ഇന്ന് വരെ ധ്യാൻ എന്നെ എപ്പോഴും എനിക്ക് മെസ്സേജ് അയക്കാറുണ്ട്, എടാ നിൻ്റെ പരട്ട സിനിമയിലെടാ എന്താ അട്ടാസം, എടാ ധ്യാനെ പോലെ കാണണം നീ 10 അല്ലടാ 100 ജന്മം ജനിച്ചാൽ നീ പറ്റില്ല. ബിക്കോസ് ധ്യാൻ ഈസ് ദ സൺ ഓഫ് ദ ഗ്രേറ്റസ്റ്റ് ശ്രീനിവാസൻ സാർ. മനസ്സിലായോ? വലിയ വ്യത്യാസമുണ്ട് മോനെ. ശരിക്കും പറഞ്ഞാൽ ഇത് ധ്യാൻ കാണും, ധ്യാൻ ഭയങ്കര സന്തോഷമാവും. ശരിക്കും പറഞ്ഞാൽ അശ്വിൻകൊക്കെ ശരിക്കും കറക്റ്റ് അല്ലേ പറഞ്ഞത്. അതായത് ധ്യാൻ്റെ മൂവീസ് ഫസ്റ്റ് ഡേ ഫസ്റ്റ് ഷോ പുള്ളി കണ്ടിട്ട് പുള്ളിക്കാൻ അത്യാവശ്യം വലിച്ചു കയറിയിട്ടുണ്ട് ധ്യാനെ. പക്ഷെ എന്നിട്ടും ധ്യാൻ നല്ല പോസിറ്റീവായിട്ടും പുള്ളിക്കാൻ നല്ല പ്രാക്ടിക്കലായിട്ട് ചിന്തിക്കുക. അത് അയാളുടെ പൈസ ധ്യാൻ്റെ ഒരു ഇൻ്റർവ്യൂ നിങ്ങൾ കണ്ടു കഴിഞ്ഞാൽ ധ്യാൻ മനസ്സിലാവും. അതായത് ധ്യാൻ വ്യക്തമായി അറിയാം, അതായത് ഈ പടം ഓടില്ല. ധ്യാൻ്റെ ചില പടങ്ങൾ ധ്യാൻ തന്നെ പറയാറുണ്ട് ഈ പടം ഓടില്ല, അത് കാര്യമായിട്ടൊന്നുമില്ല, ഞാൻ പിന്നെ പൈസയ്ക്ക് വേണ്ടി പടം ചെയ്യുന്നുള്ളൂ എന്ന് ധ്യാൻ വ്യക്തമായി ഉറപ്പുണ്ട്. ധ്യാൻ നല്ല രീതിയിൽ നല്ല ഗുഡ് ആക്ടറാണ് ധ്യാൻ. അത് ഇതേപോലത്തെ പിന്നെ ഒരു ഇതേപോലത്തെ ചാണകം അഭിനയമൊന്നുമില്ല ധ്യാൻ ശ്രീനിവാസൻ നല്ലൊരു സ്ക്രിപ്റ്റും ഇതൊക്കെ കൊടുത്താൽ നല്ല രീതിയിൽ അഭിനയിക്കും. കുഞ്ഞിരാമായണം എന്നൊക്കെ പറഞ്ഞ ഒരു പടം, പിന്നെ മറ്റേ തിര എന്ന് പറഞ്ഞ പടം, അതിലൊക്കെ ധ്യാൻ്റെ പെർഫോമൻസ് നമ്മൾ കണ്ടതാണ്. ധ്യാൻ എന്ന് പറഞ്ഞ ആൾ നല്ല രീതിയിൽ ആക്ട് ചെയ്യും. അതാണ് ഡിഫറൻസ്. മാധവും ഇതും വെച്ച് കമ്പയർ ചെയ്യാൻ പറ്റത്തില്ല. പുള്ളിക്കാരൻ നല്ല സ്ക്രിപ്റ്റ് കിട്ടാത്തതുകൊണ്ട് പുള്ളിക്കാരൻ ആ ഒരു ഇതിൽ ചെയ്യുന്നത്. പക്ഷേ പുള്ളിക്കാരൻ്റെ പടം പൊട്ടും എന്ന് പുള്ളിക്കാരനെ വ്യക്തമായി അറിയാം. അത് അശ്വിൻകൊക്കെ ഒരു റിവ്യൂ ഇടുന്നുണ്ട്, അത് കയറത്തില്ല, ആ വർക്ക് ആവത്തില്ലെന്ന് പുള്ളിക്കാരനൊരു ബോധമുണ്ട്. ആ ബോധമാണ് മാധവ് സുരേഷ് ഇല്ലാതായി പോയത്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെയായിരുന്നെങ്കിൽ ഇപ്പോൾ ഈ റിവ്യൂ കാരണം, ഇതിൻ്റെ അശ്വിൻകൊക്കിൻ്റെ റിവ്യൂ കാരണം ഒരാളുടെ കരിയർ നഷ്ടപ്പെടുകയായിരുന്നെങ്കിൽ ഫസ്റ്റ് വേൾഡിൻ്റെ കരിയർ ധ്യാൻ ശ്രീനിവാസൻ്റെ ആയിരുന്നു അല്ലേ? അശ്വിൻകൊക്ക് റിവ്യൂ ചെയ്ത് ഒരാളുടെ കരിയർ കളയുകയായിരുന്നെങ്കിൽ അത് ആദ്യത്തെ ആൾ നമ്പർ 1 പേര് കിടക്കുന്നത് ധ്യാൻ്റെ ആയിരുന്നു. പക്ഷെ ധ്യാൻ എന്നിട്ടും ഇഷ്ടം പോലെ പടം, ഒരു മാസത്തിൽ തന്നെ എത്ര പടം ഇറങ്ങുന്നത് ധ്യാൻ്റെ. ധ്യാൻ അതാണ് എല്ലാവർക്കും ഇഷ്ടമാണ് ധ്യാൻ. എന്ന് വെച്ചാൽ ധ്യാൻ്റെ ഇൻ്റർവ്യൂ കാണാനും, ഇപ്പോൾ ഒരാളുടെ ഈ പുള്ളിക്കാരൻ്റെ ഇൻ്റർവ്യൂ കാണാനും ശരിക്കും പറഞ്ഞാൽ മണ്ടത്തായിരിക്കും പറയുന്നത്, പക്ഷെ എന്നാലും അത് കണ്ടിരിക്കാൻ നല്ല രസമാണ്. പുള്ളിക്കാരൻ്റെ പടമാണ്, എന്നാലും നമുക്ക് പൊട്ടപ്പടമാണ്, എന്നാലും ചിലവർ കാണാൻ കയറും. പക്ഷേ നമുക്ക് ഇച്ചിരി വേണ്ടത്, നമുക്ക് ഇച്ചിരിയെങ്കിലും കഴിവ് വേണം. സുരേഷ് ഗോപിയുടെ മോനല്ലേ, ഇച്ചിരിയെങ്കിലും എന്തെങ്കിലും കഴിവില്ലേ പോട്ടെ, അന്ന് എന്തായാലും അഭിനയം പഠിച്ചൂടെ? നിങ്ങൾ ഈ ഫീൽഡിലാണ് നിൽക്കുന്നതെന്ന് പറഞ്ഞു, എന്നാൽ പോയി അഭിനയം പഠിച്ചൂടെ? ഫഹദ് ഫാസിലിൻ്റെ ഫസ്റ്റ് പടം ഭയങ്കര മോശമാണ്, മറ്റേ കോണാത്തിലെ അഭിനയമായിരുന്നു ഫഹദ് ഫാസിലിൻ്റെ ഫസ്റ്റ് പടത്തിൽ. അതിനുശേഷം പുള്ളിക്കാരൻ മനസ്സിലായി ഈ ഒരു ആക്ടിങ് വെച്ച് എനിക്ക് പിടിച്ച് നിൽക്കാൻ പറ്റത്തില്ലെന്ന് മനസ്സിലായി, പുള്ളി ആക്ടിങ് പഠിച്ചു. ഇപ്പോൾ ഫഹദ് ഫാസിലിൻ്റെ റേഞ്ച് എവിടെയാണ്? അതേപോലെ പോയി ആക്ടിങ് പഠിച്ചിട്ട് വന്നുകൂടെ? അല്ലെ മനുഷ്യനെ വെറുപ്പിക്കാനായിട്ട് ഓരോ പടം ഇറക്കി വെച്ചിട്ട് പിന്നെ അതിനെ റിവ്യൂ പറഞ്ഞു എന്ന് പറഞ്ഞ് എൻ്റെ കരിയർ നശിപ്പിക്കാൻ നോക്കുമെന്ന് പറഞ്ഞിട്ട് കരണ്ട് വല്ല കാര്യമുണ്ടോ?